ഓം നമോ ഭഗവതേ വാസുദേവായ എന്നുള്ള ആ മന്ത്രം. ഇനി നമുക്ക് ഓം നമോ നാരായണ എന്നുള്ള മന്ത്രം ചൊല്ലാം. ഓം നമോ ഗോവിന്ദായ നമ എന്നുള്ള മന്ത്രം ചൊല്ലാം. ഇങ്ങനെ ഭഗവാന്റെ തിരുനാമങ്ങളിൽ ഏതൊരു നാമജപങ്ങൾ വേണമെങ്കിലും നമുക്ക് ഉച്ചരിച്ചു കൊണ്ടിരിക്കാവുന്നതാണ്. മാത്രമല്ല ഇന്ന് വൈകുന്നേരം ക്ഷേത്ര ദർശനം നടത്താവുന്നതാണ്. ഒരു പക്ഷേ ഇന്ന് രാവിലെ പോകുവാൻ സാധിക്കാത്തവർക്ക് നാളെ പുലർച്ചെ വരെയും ഏകാദശി തിഥി ഉള്ളതിനാൽ തന്നെ നാളെ ബ്രഹ്മമുഹൂർത്ത സമയത്ത് നമ്മുടെ വീടുകളിലെ പൂജാമുറിയിൽ ഭഗവാനെ തുളസിമാല ചാർത്തി നെയ്ദീപം തെളിയിച്ചു വെച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ ഏകാദശി തിഥികളിലൂടെ ചെയ്യാൻ സാധിക്കും. കാരണം ഇന്ന് രാത്രി മുഴുവനായിട്ടും ഏകാദശി തിഥി ഉണ്ട്. അതുകൊണ്ട് തന്നെ നാളെ രാവിലെ നേരം വെളുക്കുന്നത് വരെയുള്ള സമയങ്ങളിൽ എപ്പോൾ നമുക്ക് സമയം കിട്ടുമോ ആ സമയത്തെല്ലാം തന്നെ നമ്മൾ കണ്ണുകൾ അടച്ചിരുന്നു കൊണ്ട് ഒരു ധ്യാന രീതിയിൽ ഇരുന്നു കൊണ്ട് നമുക്ക് ഭഗവാന്റെ തിരുനാമങ്ങളോ മന്ത്രങ്ങളോ ജപിക്കാവുന്നതാണ്. ഇനി ഒരു പക്ഷേ ഞങ്ങൾക്ക് പീരിയഡ്സ് ആണ് മാഡം